കൊച്ചി തമ്മനത്ത് ജല അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് തകർന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി വാഹനങ്ങൾക്കും വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്കയും ജനപ്രതിനിധികളും തമ്മനത്തെ വീടുകൾ സന്ദർശിക്കുകയാണ്. താങ്ക് ഗോഡ് ജനങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ വാൾ ആവട്ടെ, പിന്നെ വീട്ടിൻ്റെ അകത്താവട്ടെ, പിന്നെ കുറച്ച് വെഹിക്കിൾസ്ക്കും എല്ലാം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു 30% കൊച്ചിൻ കോർപ്പറേഷനുടെ കുടിവെള്ളത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്യേണ്ടി വരും. അപ്പം ചെറുനൂൽ പഞ്ചായത്തും പിന്നെ നമ്മുടെ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ഇന്ന് 11 അവർ ഇറങ്ങിയിട്ടുണ്ട് കോട്ടയത്തിൽ നിന്ന്. ഇന്ന് 11 മണിക്ക് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ മീറ്റിംഗ് എടുക്കാൻ പോവുകയാണ്. എല്ലാ ഒഫീഷ്യൽസും പിന്നെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് എടുക്കാൻ പോവുകയാണ്. ദാറ്റ് ഹൗ ഡു വി ഗോ എന്ന് പറഞ്ഞിട്ടും പിന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒഫീഷ്യൽസ് ഇപ്പോൾ എത്താനേ പോവുകയുള്ളൂ. വി വിൽ ഡു ദ അസസ്മെൻറ്റ്. എന്തെല്ലാം ഡാമേജസ് ആയിട്ടുണ്ട്, അതൊക്കെ എന്തെല്ലാം നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ത്വരിതഗതിയിൽ വി വിൽ എൻഷുർ ദാറ്റ് ദ വർക്ക് സ്റ്റാർട്ട്സ്. ജില്ലാ കളക്ടർ പ്രിയങ്ക പ്രതികരിക്കുകയായിരുന്നു. എറണാകുളം തമ്മനത്ത് ജല അതോറിറ്റിയുടെ ടാങ്ക് തകർന്നതിൽ ചീഫ് എഞ്ചിനീയറോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഞാൻ ഈ വിവരം പുലർച്ചെ അറിഞ്ഞപ്പോൾ തന്നെ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചീഫ് എഞ്ചിനീയറുമായിട്ട് സംസാരിച്ചു. അതുകൂടാതെ ഇപ്പം ജോയിന്റ് MD-യോട്, അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത്, ഞാൻ ഇടുക്കിയിലുമായിരുന്നു, അദ്ദേഹത്തോട് എത്രയും പെട്ടെന്ന് എറണാകുളത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല 2 ടാങ്കിൽ ഒരെണ്ണമാണ് തകർന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ എത്രമാത്രം വെള്ളത്തിന്റെ കാര്യം അല്ല നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമല്ലോ, സപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അടിയന്തരമായിട്ട് ആലോചിക്കേണ്ട പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാനും എറണാകുളത്തേക്ക് തിരിക്കുകയാണ്. കളക്ടറോട് 11 മണിയോട് കൂടി ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഇമ്മീഡിയറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു വിവരം നമുക്ക് റിപ്പോർട്ട് കിട്ടിയാൽ അറിയാൻ പറ്റുന്നുള്ളൂ. റിപ്പോർട്ട് തേടുന്നതോടൊപ്പം തന്നെ ഇതിന്റെ മറ്റ് അനന്തര കാര്യങ്ങൾ, അതായത് ഇന്ന് ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടിയും കൂടി ഇതിനോടൊപ്പം തന്നെ നമുക്ക് സ്വീകരിക്കേണ്ടി വരുമല്ലോ. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് മോണിറ്റർ ചെയ്ത് കാര്യങ്ങൾ വിലയിരുത്തി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. നഗരത്തിൽ കുടിവെള്ളം മുടങ്ങാതിരിക്കാൻ സമാന്തര സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന തമ്മനത്ത് നിന്ന് നമുക്കപ്പം വിപിൻ സി വിജയൻ ചേരുകയാണ്. വിപിൻ, യഥാർത്ഥത്തിൽ ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും ഒക്കെ അവിടെ ഉണ്ട്. എന്നാൽ ജനങ്ങളുടെ ആശങ്ക മാറിയോ? ജനങ്ങളുടെ ആശങ്ക മാറിയിട്ടില്ല. ഒന്ന്, വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ നഷ്ടപരിഹാരത്തെ കുറിച്ച് ഇന്ന് 11 മണിക്ക് ഒരു അടിയന്തര ഉന്നതതല യോഗം ഇപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ മന്ത്രി വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ അതിലൊരു തീരുമാനമെടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു നാശനഷ്ടം കണക്കാക്കിയ ഒരു നഷ്ടപരിഹാരത്തിലേക്ക് കടക്കും എന്നുള്ളത് കൂടി ഇപ്പോൾ ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുടിവെള്ളക്ഷാമം എങ്ങനെ പരിഹരിക്കും എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത് കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരിക്കും ആ ഒരു പ്രതിസന്ധി. അത് മറികടക്കുന്നതിന് വേണ്ടി വാട്ടർ ടാങ്കിൽ വെള്ളം അവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രത്തോളം വേണം എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച കൂടി ഈ 11 മണിയുടെ യോഗത്തിൽ നടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 30% ഇപ്പോൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 30% ഒരു കുറവ് വരും എന്നുള്ളതാണ് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കണക്ക്. അത്രയും സ്ഥലത്തേക്ക് ഈ വാട്ടർ ടാങ്കിൽ വെള്ളം എത്തിക്കും. അത് ഈ തൃപ്പൂണിത്തറയും ഒപ്പം തന്നെ കൊച്ചി നഗരത്തിലേക്കുള്ള ഒരു സ്ഥലത്തെ ചില പ്രദേശങ്ങൾ, പേട്ട ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിലേക്കുമായിരിക്കും അത്തരത്തിൽ വെള്ളം മുടങ്ങുകയും അവിടേക്ക് വെള്ളം എത്തിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക. അതിലൊരു കൃത്യത കൂടി ഈ ഒരു ചർച്ചയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഒപ്പം തന്നെ എല്ലാ ഈ പറഞ്ഞ പോലെ വകുപ്പുകളെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോഴും ജില്ലാ കളക്ടർ ഇവിടെ തകർന്ന വീടുകൾ, ഒപ്പം തന്നെ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തിന്റെ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഉമാ തോമസ് MLA ഉൾപ്പെടെയുള്ളവരുണ്ട്. മറ്റ് അതോറിറ്റീസും എല്ലാം തന്നെ ഈ തമ്മനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്ററിനുള്ളിലാണ് ഈ നാശനഷ്ടം എന്നുണ്ടെങ്കിൽ പോലും അതൊരു വലിയ അളവിൽ എന്ന് തന്നെ നമുക്ക് പറയാം. 2 കമ്പാർട്ട്മെന്റുകളിലായിട്ടായിരുന്നു ഈ തമ്മനത്തെ വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നത്. അതിൽ ഒരു കമ്പാർട്ട്മെന്റിന്റെ ഭിത്തിയാണ് അതൊരു വശത്തേക്ക്, നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അതൊരു വശത്തേക്ക് പാളി നിൽക്കുകയാണ്. അത് അങ്ങനെ തകർന്ന് വീഴുകയായിരുന്നു. അതിന്റെ ഒരു കാലപ്പഴക്കമാണ് അതിനുള്ളിലേക്ക് നയിച്ചത് എന്നുള്ളത് കൃത്യമാണ്. കാരണം ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള ഒരു ജലസംഭരണിയാണത്. അതിന്റെ ഒരു വശം താഴത്തേക്ക് കിഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതിലൂടെയാണ് വെള്ളം പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിന്റെ ഇപ്പുറത്തെ സൈഡിലായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ആളപായത്തിലേക്ക് വരെ പോകാം, വലിയൊരു ദുരന്തത്തിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിന്റെ തൊട്ടു മുൻപിൽ ഒരു വീടാണ്. ആ വീട്ടിലുള്ളവരുടെ
അവരുടെ പ്രതികരണമൊക്കെ നമ്മൾ നേരത്തെ കേട്ടതാണ്. ഇപ്പോഴും ആ ഒരു പ്രദേശത്തെ ഉണ്ടായ ഒരു നടുക്കത്തിൽ നിന്നും ആളുകളും മുക്തരല്ല. കൂടുതൽ അതോറിറ്റീസ് വരുന്നു, ഇതിന്റെ ഒരു പരിശോധനകളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒപ്പം തന്നെ ഈ മന്ത്രി ഉൾപ്പെടെയുള്ളവരും തമ്മനത്തേക്ക് എത്തുമെന്നുള്ളതാണ് കരുതുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രാഥമികമായി ഈ കുടിവെള്ളക്ഷാമം അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അത് വാട്ടർ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളതിലേക്കാണ് നിലവിലെത്തുന്നത്. ഒപ്പം തന്നെ എന്താണ് ഇതിൽ സംഭവിച്ചത്, ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇതിന്റെ അറ്റകുറ്റപ്പണിയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുമെന്നുകൂടി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. SKN കൂടുതൽ പരിശോധനകൾ നടക്കുന്നു. ഓക്കെ, വിപിൻ സി വിജയനാണ് കൊച്ചി തമ്മനത്ത് നിന്ന് ചേർന്നത്. അവിടെയാണ് കുടിവെള്ള ടാങ്ക് പൊട്ടി അവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.